ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞങ്ങൾ സേതോട്ടീനെയും കുട്ടികളെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്നു കേട്ടോ. മിഞ്ഞാന്നാണ് കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പോൾ ഇന്ന് 90. അപ്പോൾ ഇതാ ജിഷ്ണുവിൻ്റെ മടിയിൽ വെച്ചിട്ടാണ് പേരിടുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വല്യമ്മായി മാത്രമേ വന്നിട്ടുള്ളൂ, പിന്നെ ആരും വന്നിട്ടില്ല. ഞങ്ങൾ ആരെയും ക്ഷണിച്ചിട്ടില്ല. 2-ാം തീയതിയാണ് ഫംഗ്ഷൻ വെച്ചത്. അപ്പോൾ അവൻ എന്താ പിന്നെ അവളെ ചവിട്ടിൽ, ഉണ്ണിയുടെ ചവിട്ടിൽ പേരൊക്കെ പറഞ്ഞു, പേര് പറഞ്ഞു. പിന്നെ അച്ഛനോണയും പറയരുത്, കണ്ടതും കേട്ടതും പറയരുത് എന്ന് പറഞ്ഞു വല്യമ്മായി. അപ്പം അതുപോലെ അവൻ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞു. കണ്ടില്ലേ, ഉണ്ണിയെ ഒന്നും മിണ്ടാതെ ശ്രദ്ധിച്ച് കേട്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇനി സേട്ടി സേതൂട്ടിയുടെ മടിയിൽ വെച്ച് കൊടുത്ത് സേതൂട്ടിയും പറയുന്നുണ്ട് കേട്ടോ. ഫംഗ്ഷനൊക്കെ വെച്ചാണ് 2-ാം തീയതിക്കാണ്. അപ്പോൾ പിന്നെ ഉണ്ണീനെ വിളിച്ചു നോക്കുമ്പോൾ അവൾ വരുന്നില്ല. മടിയിലിരിക്കാൻ പറഞ്ഞിട്ട് വിളിച്ചു നോക്കുമ്പോൾ സേട്ടി കുറേ വിളിച്ചു നോക്കി, മടിയിലിരിക്കാൻ പറഞ്ഞിട്ട് വിളിച്ചു നോക്കുമ്പോൾ വരുന്നില്ല. അപ്പോൾ ഞങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും ഞങ്ങളൊക്കെ ഉമ്മർത്തുണ്ട്. അച്ചമ്മയുണ്ട്, ഞാനുണ്ട്, വല്യമ്മായി ഉണ്ട്, അച്ഛനുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ സേതകുട്ടി ഒന്ന് വിളിച്ചു, പേര് ചെവിയിൽ വെച്ചിട്ട് ഒന്ന് പേര് വിളിച്ചു കേട്ടോ. സേട്ടിയും വിളിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ അവരെല്ലാവരും കൂടി ക്ഷണിച്ചിട്ട് ഞങ്ങൾ 2-ാം തീയതിയാണ് ഫംഗ്ഷനൊക്കെ ആക്കണത്. അപ്പോൾ ഞങ്ങൾ പേര് ഞങ്ങൾ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പേര് ഞങ്ങൾ അപ്പോഴാണ് പറയുന്നുള്ളൂ. അപ്പോൾ അതാ കണ്ടില്ലേ, ഇനിയിപ്പോൾ അതാ ഞങ്ങൾക്ക് സദ്യയൊക്കെ ഒരുക്കൽ കുറച്ചൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് പഴം, അവൾക്ക് ഉണ്ണിക്ക് ഒന്ന് പഴം വായലൊന്ന് വെറുതെ ഒന്ന് വെച്ച് കൊടുക്കുക. അങ്ങനെ ചെയ്യാണ് കേട്ടോ. ഓരോ ചടങ്ങ് പോലെ ഒന്ന് വെറുതെ ഒന്ന് വായലിങ്ങനെ പഴം വെച്ച് കൊടുക്കുക. ഒന്നിങ്ങനെ കൈ മാത്രം ഇങ്ങനെ ആക്കണേ ഉള്ളൂ, അല്ലാതെ കുറേ പഴം കൊടുക്കണമൊന്നുമില്ല. 6 മാസത്തേക്ക് ഒന്നും കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പം ഞങ്ങൾ അതാ അവ വായിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഉണ്ണീരെ വെറുതെ ഒന്ന് തോണ്ടി ഇങ്ങനെ വായിൽ വെച്ച് കൊടുക്കണേ ഉള്ളൂ. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഉണ്ണീനെ കുറേ പിടിച്ച് വെച്ച് നോക്കി. പാറുവിനെ കുറേ പിടിച്ച് വലിച്ചു. ജിഷ്ണുവിൻ്റെ മടിയിലിരുത്തിയിട്ട് വെറുതെ എടുത്ത് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് അവനെ വിളിച്ചു നോക്കി. അവൾ വരുന്നില്ല കേട്ടോ. കുറേ വിളിച്ചു നോക്കി, അവൾ വരുന്നില്ല. അതാ കണ്ടില്ലേ, കുറേ വിളിച്ചു നോക്കി. അപ്പോൾ അവൾ വരുന്നില്ല. അവൾ വീഡിയോ എടുക്കുക പറഞ്ഞിട്ട് എൻ്റെ ഫോൺ എടുത്തിട്ട് വീഡിയോ എടുക്കുകയാണ് അവൾ. അല്ലാതെ അവൾ വരുന്നില്ല കേട്ടോ. അതാ കണ്ടില്ലേ, എൻ്റെ ഫോൺ എടുത്തിട്ട് വീഡിയോ എടുക്കുമായിരുന്നു അവൾ. അപ്പോൾ ഇന്നത്തെ ഇതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ